എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ വോക്കപ്പ് കേരളത്തിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പരിവാർ രാഷ്ട്രീയ സാംസ്കാരിക പ്രതിരോധ ക്യാമ്പയിൻ കാസർഗോഡ് എത്തി. മഞ്ചേശ്വരം ഉൾപ്പെടെ NDA സാധ്യത പ്രവചിക്കുന്ന മണ്ഡലങ്ങളിലാണ് സാംസ്കാരിക പ്രവർത്തകരുടെ പ്രതിരോധ പ്രചാരണം. ആക്ടിവിസ്റ്റുകളായ കെ അജിത, ഡോക്ടർ ഖദീജ മുംതാസ് ഉൾപ്പെടെയുള്ളവർ ക്യാമ്പയിനിൽ പങ്കെടുത്തു. കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ കേരളത്തിൽ എഴുത്തുകാരുടെ വലിയ ഒരു കൂട്ടായ്മ സജീവമായി പ്രചരണ രംഗത്തുണ്ട്. അവരുടെ പ്രചരണം NDA വിരുദ്ധ രാഷ്ട്രീയത്തിന് പിൻപറ്റുന്നതാണ്. അത്തരം രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുക ഓരോ മണ്ഡലത്തിലും എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ നിലപാട്. ഇപ്പം നമ്മോടൊപ്പം ഖദീജ മുംതാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട്. എന്താണ് ഇത്തരത്തിലൊരു പ്രചരണത്തിനുള്ള പ്രസക്തി? ഇപ്പോൾ കേരളത്തിൽ NDA BJP നേതൃത്വം നൽകുന്ന NDAയുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. അതിന് കാരണം എന്താണ് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ NDAയുടെ സ്വാധീനം കേരളത്തിൽ നിന്നും തൂത്തെറിയണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. കാരണം കേരളത്തിൻ്റെ ആ പുരോഗമന മുഖം, ആ സഹവർത്തിത്വ മുഖം, ബഹുസ്വരമായ മുഖം, അത് നമുക്ക് കളയാൻ പറ്റില്ല. അത് നമുക്ക് ജീവവായുവാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് അത് നിലനിർത്താൻ വേണ്ടി എന്ത് പ്രവർത്തനം വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. NDAയുടെ ജനാധിപത്യം അത്ര നിഷ്കളങ്കമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും അല്ല. ഒരു 100 വർഷം കൊണ്ട് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഹെജിമണി, ജനങ്ങളുടെ മനസ്സിൽ വരെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വല്ലാത്ത ഒരു ദുസ്വാധീനം, അതാണ് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നതും അത് തന്നെയാണ്. അപ്പം ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഇടപെടൽ സാംസ്കാരികമായിട്ടുള്ള ഇടപെടലാണ് എഴുത്തുകാരും കലാകാരന്മാരും എന്ന നിലയിൽ. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു അടിയന്തര സ്വഭാവത്തിൽ ഞങ്ങൾ ഇപ്രാവശ്യം BJPക്ക് ഇവിടെ കാലുകുത്താൻ സമ്മതിക്കരുത് എന്നുള്ള ഒരു നയത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും NDAക്കെതിരെ സാംസ്കാരികമായ ഒരു ചെറുത്തുനിൽപ്പ് എന്നതാണ് ഈ കൂട്ടായ്മ, ഈ എഴുത്തുകാരുടെ കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നത്. അത്ര നിഷ്കളങ്കമല്ല NDA എന്ന മുന്നണിയും അവരുടെ രാഷ്ട്രീയവുമെന്ന് ഈ എഴുത്തുകാർ പറഞ്ഞു വയ്ക്കുന്നു. കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.